ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ആണ് തായ്ലൻഡിൽ. പട്ടായയിൽ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാലത്ത് എണീറ്റ് ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നു. ഞാനത് ഷൂട്ട് ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടോ. സത്യം പറഞ്ഞാൽ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. കാണിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വിട്ടുപോയി കാണിക്കാനായിട്ട്. ആമിക്കുട്ടി ഇവിടെ ഉണ്ട് കേട്ടോ. ആമി ഇവിടെ വന്നേ, ഓടിവാ 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 ഓടിവാ. നമ്മുടെ ആമിക്കുട്ടി ആമീന കണ്ടില്ലേ, സുന്ദരിയുണ്ട്. അപ്പോൾ നമ്മളിന്ന് പോണത് കോറൽ ഐലൻഡിലേക്കാണ് കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയ അറ്റയറൊന്നല്ല എൻ്റെ. അങ്ങനെ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിൻ്റെ ലോബിയിൽ വെയിറ്റ് ചെയ്യാണ്. ഇനിയും കുറച്ച് പേരൊക്കെ വരാനുണ്ട്. നമ്മൾ മൊത്തം ഞാൻ പറഞ്ഞല്ലോ 21-22 പേരുണ്ട്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് എല്ലാവരും വന്ന ശേഷം നമ്മൾ ബസ്സിലാണ് കേട്ടോ കോറൽ ഐലൻഡിലോട്ട് പോണത്. ആമീനെയാണെങ്കിൽ നേരത്തെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇരുത്തി കഴിഞ്ഞാൽ കുറച്ചേരൊക്കെ അവൾ അടങ്ങിയിരിക്കും കേട്ടോ. പിന്നെ അവളുടെ തനി സ്വഭാവം പുറത്തെടുക്കും. അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി, അവിടെ കുത്തിമറിഞ്ഞ് ഇവിടെ കുത്തിമറി. ആ ലോബിയിലെ സെറ്റിൽ മുഴുവൻ ഇങ്ങനെ കിടന്ന് കുത്തിമറിയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കുറേ വഴക്കൊക്കെ കേട്ടു. പിന്നെ നമ്മളെല്ലാവരും എത്തിയപ്പോൾ പട്ടായ സെറ്റിലോട്ട് വന്നു കേട്ടോ. പട്ടായ എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ബീച്ചുകളാണ് കേട്ടോ. നമ്മുടെ ചില മൂവീസിലൊക്കെ കാണാം പട്ടായയിൽ ബീച്ചിൽ ഇങ്ങനെ ആൾക്കാർ കളിക്കുന്നതും കുളിക്കുന്നതൊക്കെ. എന്ത് കഷ്ടമാണെന്ന് നോക്കിയാൽ പട്ടായ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. PAT കിട്ടിയെന്നുള്ളൂ. റെഡിൽ അവർ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാണ്. ആഗ്രയിൽ നമ്മൾ താജ്മഹൽ കാണാൻ പോയപ്പോഴും അവിടെ ഇങ്ങനെ നല്ല സെൽഫിയൊക്കെ എടുക്കാൻ, നല്ല ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതി ചെന്നപ്പോൾ താജ്മഹലിൻ്റെ അവിടെ സൈഡിലൊക്കെ കുറേ കൺസ്ട്രക്ഷൻ പരിപാടികൾ നടക്കുമായിരുന്നു. ഷീറ്റ് വലിച്ച് കെട്ടിയ പോലെ ഒരു വൃത്തി ഉണ്ടായിരുന്നില്ല കാണാനായിട്ട്. അതുപോലെ തന്നെ ഇവിടെയും പട്ടായാന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. എഴുതി കഴിഞ്ഞിരുന്നെങ്കിൽ നല്ല വൃത്തി ഉണ്ടാവുമായിരുന്നു കേട്ടോ. 2 ദിവസമൊക്കെ കഴിഞ്ഞത് കംപ്ലീറ്റ് ആവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഇല്ല കേട്ടോ. ഒടുക്കത്തെ വെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വന്ന ദിവസമൊന്നും കാണാത്ത അത്ര വെയിലാണ്. സിറ്റിയും അതുപോലെ ബീച്ചൊക്കെ അല്ലേ. അപ്പോൾ നല്ല പോലെ ചൂടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഭാഗ്യത്തിന് ഞാൻ മാത്രം ക്യാപ്പ് എടുത്തില്ല കേട്ടോ. എല്ലാവരും ക്യാപ്പും സൺഗ്ലാസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സൺഗ്ലാസ് എടുത്തു, പക്ഷെ ഞാൻ ക്യാപ്പ് എടുത്തില്ല. എൻ്റെ ഒരു ഭാഗ്യം. ഞാൻ ഇവിടുന്ന് പെട്ടി പാക്ക് ചെയ്യുമ്പോൾ വലിയ കാര്യത്തിൽ അതൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പാക്ക് ചെയ്യുന്ന സമയത്ത് വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സംഭവം എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് 100 ബാത്ത് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ തായ്ലൻഡിൽ നിന്ന് എഴുതിയൊരു ക്യാപ്പ് വാങ്ങിയിട്ടോ. നമ്മൾ തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ കാണിച്ചില്ല ഈ ഒരു ക്യാപ്പ്. ആ സംഭവം 100 ബാത്ത് കൊടുത്ത് നമ്മൾ വാങ്ങിയതാണ്. ഇനി നമ്മളിങ്ങനെ നേരെ നടന്ന് പട്ടായ സിറ്റിയിൽ നിന്ന് നമ്മൾ ബോട്ട് കയറി, സ്പീഡ് ബോട്ട് കയറിയിട്ട് നേരെ നമ്മൾ പോകുന്നത് കോറൽ ഐലൻഡിലോട്ടാണ് കേട്ടോ. അവിടെ നമുക്ക് അതിന് ഇടയ്ക്ക് നമുക്ക് കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. ഫോട്ടോ എടുത്ത് തരുമോ? നമ്മളിങ്ങനെ ബോട്ടിലോട്ട് കയറാനായിട്ട് ഒരു ബ്രിഡ്ജ് പോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ, അങ്ങനെ നടന്നു പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ നടക്കണ വഴിയിൽ കുറേ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. നമ്മുടെ ഫോട്ടോസൊക്കെ എടുത്ത് തരും. അങ്ങനെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളുടെ ടീം എല്ലാവരും കൂടെ കയറാണ് കേട്ടോ. സ്പീഡ് ബോട്ടിൽ കയറാണ്. ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ എനിക്ക് തീരെ സുഖമില്ല. ഭയങ്കര തലവേദന. എന്താ കാര്യം എന്നറിയില്ല കേട്ടോ. ഉറക്കം ശരിയാവാണ്ടാണോ അതോ ഫുഡിൻ്റെ ആവാൻ വഴിയില്ല. അത്യാവശ്യം വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്യാസ് അങ്ങനെ കയറിയിട്ടാണോ ഒരു സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. സ്പീഡ് ബോട്ടിലാണെങ്കിൽ ഇങ്ങനെ കുലുങ്ങി പോകണ്ടായിരുന്നേ. എൻ്റെ കിളി ശരിക്കും പോയിട്ടാണ്. ഒരുവിധം ഞാൻ കിളി പോയ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. സാധാരണ നമ്മൾ ഗോവയിൽ പോയപ്പോഴൊക്കെ സ്പീഡ് ബോട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രയ്ക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. എനിക്ക് വൊമിറ്റ് ചെയ്യാൻ തോന്നുക, ആകൊരു വെപ്രാളായിരുന്നു കേട്ടോ. ഇവിടെ നമ്മൾ ഈ എന്താ പറയുക, ഗൈഡുകൾ കുറേ ഉണ്ട്. നമുക്കവർ ഇങ്ങനെ ഏത് ആക്ടിവിറ്റി ചൂസ് ചെയ്യണം അതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് പറഞ്ഞുതരും, ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുമൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ജങ്കാറിൽ വന്നിറങ്ങിയപ്പോഴും എനിക്ക് ആകെ തല ചുറ്റണ പോലെയോ അങ്ങനെ എന്തൊക്കെയോ ഒരു അസ്വസ്ഥതകളായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പാരാസെയിലിംഗ് വേണ്ടാന്ന് കേട്ടോ. എനിക്കിഷ്ടമാണ് മുകളിലേക്ക് പറക്കുന്ന പോവല്ലേ. എനിക്കത് പേടിക്കാനൊന്നും അധികം ഇല്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ വേണ്ടാന്ന് വെച്ചു. തല ഇങ്ങനെ കിളിപ്പോയ അവസ്ഥയായതുകൊണ്ടേ ഞാൻ അതിന് പോയില്ല. മണിക്കൂട്ടനും ചേട്ടനും അതാണ് കേട്ടോ സെലക്ട് ചെയ്തത്, പാരാസെയിലിങ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ജാക്കറ്റ്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ജാക്കറ്റൊക്കെ ഇടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നല്ല ക്യൂ ഉണ്ടായിരുന്നു. ക്യൂവിൽ നിന്ന് അവർ പറക്കാനുള്ള പ്ലാനാണ് ഗൈസ്, കടലിൻ്റെ മുകളിൽ കൂടെ. കൊടുക്കുന്ന തലവേദന കാരണം എൻ്റെ ഈ ദിവസം കംപ്ലീറ്റ് പോയിട്ട് എനിക്ക് വീഡിയോ എടുക്കാനും ഷൂട്ട് ചെയ്യാനും ഒന്നും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് മാത്രമല്ല ഈ പാരാസൈലിംഗ് ചെയ്യണം നല്ല ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു, പക്ഷേ അതിന് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എന്ത് തല കറങ്ങണ പോലെ, വൊമിറ്റ് ചെയ്യാൻ വരുന്ന പോലെയൊക്കെ തോന്നിയിരുന്നു. പിന്നെ എൻ്റെ ആഗ്രഹം പണ്ട് മുതൽ എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം സ്കൂബ ഡൈവിങ് ചെയ്യണമെന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവർ ആക്ടിവിറ്റീസിൽ പറഞ്ഞത് അണ്ടർ സീ വാക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഞാനും തക്കുടും അതാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ഞങ്ങൾ പേയ്മെൻ്റ് ഒക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിരുന്നു. വേറെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ, ബനാന ബോട്ട് റൈഡ് അങ്ങനെയുള്ള സംഭവങ്ങൾ വേറെയൊക്കെ ഉണ്ട്.
മണിക്കൂറിന് ചേട്ടന് പിന്നാലെയാണ് കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഒരാൾ അങ്ങോട്ട് വിളിച്ചപ്പോൾ ഒരാളെ മറ്റേ ഭാഗത്ത് വിളിച്ച് രണ്ട് ഭാഗത്ത് അവർ പറത്തി വിടുന്നുണ്ട്. ബോട്ടിൽ ഇങ്ങനെ കെട്ടിയിട്ടാണ് പറത്തി വിടുന്നത്. അപ്പോൾ അതേ കണ്ടത് ചേട്ടനെ പറത്താനുള്ള കുട കൊണ്ടുവരുന്നുണ്ട്, പാരച്ചൂട്ടിൻ്റെ കുട. ഇത് വന്നിറങ്ങുമ്പോൾ ചിലപ്പോൾ ഷീറ്റുമേക്ക് ചിലർ വന്ന് ലാൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഷീറ്റുമേ ചാടിയിട്ടല്ല, ഷീറ്റിൻ്റെ അവിടേക്ക് ഇങ്ങനെ പറത്ത് വരുമ്പോൾ ഇവരെല്ലാവരും കൂടെ ഓടിയെടുത്തിട്ട് ഒച്ചയും ബഹളമൊക്കെ എടുത്തിട്ട് വലിച്ച് ആ കയറൊക്കെ ഇങ്ങോട്ട് വലിച്ചിടും അവരെ ആൾക്കാരെ. നല്ല രസമാണത് കടഞ്ഞ്. ഞാൻ കുറച്ച് നേരം ഞെട്ടിയിട്ട് അവരെല്ലാവരും കൂടി ഓടിയിട്ടപ്പം ഒരാളെ പറത്തി വിട്ടിട്ട് അയാൾ ആ ഷീറ്റിൻ്റെ അവിടേക്കാണ് ലാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. ആ ഒരു ഭാഗത്തേക്ക് ഇതേ അങ്ങനെ നമ്മുടെ ചേട്ടൻ പറഞ്ഞു പോയി കേസ്. ഇനിയൊരു പൊട്ട് പോലെ കാണാം കേട്ടോ. ഇങ്ങനെ അകലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും ഒരു റൗണ്ട് ഇങ്ങനെ ആ ബീച്ച് ഇങ്ങനെ ഒന്ന് ഫുള്ളല്ല എന്നാലും ഒരു വിധം ഒന്ന് റൗണ്ട് അടിച്ച് ഇങ്ങനെ കൊണ്ടുവരും കേട്ടോ. മണിക്കൂട്ടനെ അപ്പുറത്തേക്കൂടെയും വിട്ടു. ഇതേ കണ്ട. അയ്യോ, മണിക്കൂട്ടൻ പോണത് മാത്രമേ കിട്ടിയുള്ളൂ. നല്ല രസമുണ്ടാവും മണിക്കൂർ. അവനിങ്ങനെ ആടിയേ പോകണ്ടായിരുന്നത്. അങ്ങനെ പാരാസൈലിംഗ് കഴിഞ്ഞിട്ട് അമ്മ അച്ഛനും മണിക്കൂറിനൊക്കെ സ്പീഡ് ബോട്ട് കയറി പോയി. ഞാനും തക്കടും മാത്രമാണ് ഈ ഒരു ആക്ടിവിറ്റി ചൂസ് ചെയ്തത് കേട്ടോ. നമ്മൾ അണ്ടർ സീ വാക്കിംഗ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും തക്കടും പിന്നെ ഞങ്ങളുടെ കുട്ടികളെ 3 പേരും. ഈ ഒരു ആക്ടിവിറ്റി ചൂസ് ചെയ്തവരെ മാത്രം വേറൊരു ബോട്ടിൽ കയറ്റിയിട്ട് വേറൊരു ചെങ്കാറിൽ വേറൊരു സ്ഥലത്ത് നമ്മളെ കൊണ്ടിറക്കും. അവിടെ ഇങ്ങനെ കോറൽസും മറ്റിതിൻ്റെ സെറ്റപ്പ് ഒക്കെ ഒരു ഭാഗത്ത് ഐലൻഡിൻ്റെ ഒരു ഭാഗത്ത് കൊണ്ടിറക്കും. എന്നിട്ട് ഈ ഒരു ഡൈവിംഗ് ഹെൽമെറ്റ് നമ്മുടെ തലയിൽ ഇങ്ങനെ വെച്ച് തരും. നല്ല വെയിറ്റ് ആണ് ഇതിന്, ഓക്സിജൻ സപ്ലൈയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് നമ്മളെ പെട്ടെന്ന് പിടിച്ച് താഴ്ത്താണ് ചെയ്യാട്ടോ. അപ്പോൾ എനിക്ക് ഒന്നാമത്തെ കിളി പോയിട്ട് നിൽക്കുന്ന അവസ്ഥയായിരുന്നു. പിന്നെ ഈ പ്രഷർ വേരിയേഷൻ കാരണം എനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഓക്കെ അല്ല എന്നൊക്കെ കുറേ പറഞ്ഞു. പക്ഷേ ഇതിന് അടിയിൽ കുറേ ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ നമ്മളെ ഓക്കെ ആക്കൂട്ടോ. കുറച്ച് നേരം നമ്മളവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രഷർ ചേഞ്ചൊക്കെ മാറി അതൊക്കെ നോക്കിയായിട്ട് വരും. പിന്നെ എനിക്ക് അതിൻ്റെ അടിയിലൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മീനുകളും കാര്യങ്ങളും എൻ്റെ ഫേസ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം. ആദ്യത്തെ ഒരു ഭാഗം അവർ വീഡിയോ എടുത്ത് തരും കേട്ടോ. നമ്മളതിന് എക്സ്ട്രാ പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കണം വീഡിയോസ് എടുക്കാനായിട്ട്. നമുക്ക് അവിടേക്ക് ക്യാമറ ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം നമ്മൾ ഒറ്റയ്ക്കല്ലേ. നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്യണവരെ മാത്രമല്ല അങ്ങോട്ട് കൊണ്ടുപോകുള്ളൂ. അതുകൊണ്ട് കടലിൻ്റെ ഇടയിൽ കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റി എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. വെറൈറ്റി ഫിഷുകൾ ഉണ്ടായിരുന്നു. അതിനൊക്കെ നമ്മൾ ഫീഡ് ചെയ്തു. അതൊന്നും അവർ നമുക്ക് വീഡിയോ എടുത്ത് തന്നില്ല കേട്ടോ. വെറൈറ്റി ക്രിയേച്ചേഴ്സ് നമുക്ക് കയ്യിൽ വെച്ച് തന്നു. കുറേ കൊറൽസ് ഉണ്ടായിരുന്നു. ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ നമ്മളെ ഇങ്ങനെ പെട്ടെന്ന് വലിച്ചു കയറ്റാണ് മുകളിലേക്ക്. അപ്പം ഈ പ്രഷർ വേരിയേഷൻ കാരണം ഞാൻ കുറേ വോമിറ്റ് ചെയ്തിട്ട് ആ ജങ്കാറ് മുഴുവൻ ഞാൻ ഛർദ്ദിച്ച് നശിപ്പിച്ചു. കാരണം ഒന്നാമത് എനിക്ക് തലവേദന എടുത്ത് വോമിറ്റ് ചെയ്യാനൊക്കെ വരുന്നുണ്ടായിരുന്നു. നമ്മുടെ കൂടെ ഉള്ള 3 പേര് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഞങ്ങളെ. അങ്ങനെ നമ്മളവിടെ നേരെ ഫുഡ് കഴിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. ഫുഡ് കഴിക്കാൻ പോയപ്പോൾ എനിക്ക് കുറേ ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല. ഒന്നാമത് ഞാൻ ആകെ ഡൗണായി. ഞാൻ അവിടുന്ന് വീഡിയോസൊന്നും എടുത്തില്ല. കുറച്ച് വെജിറ്റബിൾസും കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ജെം ഗാലറിയാണ്. പേളിമണിയുടെ വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ. ഇവിടെ ജെം ഗാലറിയുടെ അകത്ത് ഷൂട്ടിംഗ് അലൗഡ് അല്ല. വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റില്ല. ഇവിടെ വരുമ്പോണ്ടല്ലോ അതിന് തന്നെ നമ്മളെ ജെം ഗാലറിയുടെ അകത്തേക്ക് കടത്തി വിടില്ല കേട്ടോ. ചെറിയൊരു എക്സിബിഷൻ ഉണ്ട്. നമുക്ക് ഈ ജെം സ്റ്റോണുകളെ പറ്റിയിട്ട് ചെറിയൊരു നോളജ് കിട്ടാനായിട്ട് ഇങ്ങനെ ഒരു ട്രെയിൻ സെറ്റപ്പ് അതിൽ നമ്മളെ കയറ്റി ഇരുത്തു കേട്ടോ. അമ്മ അച്ഛനും മണിക്കൂടും തക്കൂടൊക്കെ ആയി തന്നെ കയറിയിരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അടുത്ത ട്രിപ്പിൽ പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇങ്ങനെ പോയിട്ട് ഇവർ എന്താ കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ ഈ ജെം സ്റ്റോണുകളുടെ ഹിസ്റ്ററിയാണ് കേട്ടോ. അതിൻ്റെ ഒറിജിൻ എങ്ങനെയാണ്, അത് പ്രോസസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്, എത്ര തരം ജെം സ്റ്റോണുകളുണ്ട്, ഏതൊക്കെയുണ്ട്, അതിൻ്റെ പേരെന്തൊക്കെയാണ്, അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ചെറുതായിട്ടെങ്കിലും നമുക്ക് സ്റ്റോണുകളെ പറ്റിയിട്ടും അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നല്ല സെറ്റപ്പാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വീഡിയോസൊന്നും അലൗഡ് അല്ല. പേളിമണിയുടെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അവർ ഇത്തിരി ഹോൾഡ് ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പുറമേ നിന്ന് വരുന്നവർക്ക് ഫോണിലാണെങ്കിലും ക്യാമറയിലാണെങ്കിലും ഷൂട്ട് ചെയ്യാൻ അലൗഡ് അല്ല എന്നാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ ചെറിയ സെറ്റപ്പുകൾ. എങ്ങനെയാണ് ഓരോ സ്റ്റോണും അവർ പ്രോസസ്സ് ചെയ്യണമെന്നും അതുപോലെ എങ്ങനെയാണത് കണ്ടുപിടിക്കണേന്നും എവിടെ നിന്നൊക്കെയാണ് അതിൻ്റെ ഒറിജിൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഓരോന്നിലും കാണിക്കുന്നത്. ഞാൻ എല്ലാം ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അവിടെ നിന്നൊക്കെ കുറേ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എല്ലാം ഇടാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും. ഒരുവിധം എന്താ പറയുക, കാണുന്നവർക്കെല്ലാം നമുക്കിങ്ങനെ മനസ്സിലായി എന്നൊന്നും വരില്ലല്ലോ. അതിങ്ങനെ ഷാർപ്പാക്കി എടുക്കണതും അത് ഷേപ്പ് ചെയ്തെടുക്കണത് അങ്ങനെയുള്ള ഓരോ ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അതും ഇവിടെ എക്സിബിഷൻ കഴിഞ്ഞാൽ നമ്മൾ നേരെ പോണത് അങ്ങനത്തെ ഒരു ഭാഗത്തേക്കാണ്. ഈ സ്റ്റോണുകൾ
ഷെയ്പ്പ് ചെയ്യുക, ഡയമണ്ടൊക്കെ ഇങ്ങനെ എഡ്ജ് പോലെയൊക്കെ നല്ല രീതിയിൽ മുറിച്ച് സെറ്റാക്കി ഷെയ്പ്പ് ചെയ്തൊക്കെ എടുക്കില്ലേ, അങ്ങനെയുള്ളൊരു ഏരിയയും ഇവിടെ ഉണ്ട് കേട്ടോ. അതും നമുക്ക് കണ്ട് മനസ്സിലാക്കി അവരോടൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് സംഭവങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കാം കേട്ടോ. ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ നമുക്ക് കാണാം വെറൈറ്റി സ്റ്റോണുകൾ, അതുപോലെ എന്താ പറയുക മാർബിൾ സംഭവങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെ മൈൻ ചെയ്തെടുത്തിട്ടുള്ള ഐറ്റംസൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. വർഷങ്ങൾ മുന്നേ ഇങ്ങനെ ഇവർക്ക് കിട്ടിയിട്ടുള്ള ഐറ്റംസൊക്കെയാണ് കേട്ടോ. പല വെറൈറ്റി ഉണ്ട്. എനിക്ക് വായിച്ചിട്ടൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. കല്ലുകളെ പറ്റിയിട്ട് വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗം വേഗം കവർ ചെയ്ത് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ സ്റ്റോണും അത് ഷേപ്പ് ചെയ്തെടുക്കുന്നതും നമ്മുടെ മോതിരത്തിനുള്ളിൽ കല്ല് പിടിപ്പിക്കുന്നത് അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ഏരിയ ആണ്. നമുക്ക് വേണമെങ്കിൽ അവരോട് ചോദിച്ചറിയാം, അത് കണ്ടു നിൽക്കാം അങ്ങനെ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പോന്നു. ഇതാണ് ജെം ഗാലറി. അപ്പോൾ ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ നിറയെ ജെം സ്റ്റോണുകൾ വെച്ചിട്ടുള്ള ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ. കംപ്ലീറ്റ് കോടികൾ വിലയുള്ള ഐറ്റംസ് വരെ ഇതിനകത്തുണ്ട്. പക്ഷേ നമുക്ക് ഷൂട്ടിംഗ് അലൗഡ് അല്ല. ഞാൻ കയറി ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും അവരിത് ക്യാമറ ഓഫ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നീട് ഷൂട്ട് ചെയ്യാനായിട്ട് നിന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ജെം ഗാലറിയിൽ നിന്ന് ഇറങ്ങി. ഗൈസ് എന്തോരം കളക്ഷൻ ആണെന്ന് അറിയോ, കണ്ട് തള്ളി അവിടെ നിന്ന് ഇറങ്ങാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. എന്ത് തിളക്കം, എന്ത് രസമായിരുന്നു കാണാനായിട്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ലോബിയിൽ വെയിറ്റ് ചെയ്യാണ്, ബസ് വെയിറ്റ് ചെയ്യാൻ. ഇവിടെ നേരെ നമ്മൾ റൂമിലേക്ക് പോകും. അവിടെ നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. അതിലേക്കും എല്ലാവരും നല്ല ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.